ഇപ്രാവശ്യം സബുമാൻ. അവനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ആണ്. ലൈക്ക് ആ ചിരി, സംസാരം. ഇടി പിടിക്കണം അനുമോള്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അനുമോള് കൊള്ളാം, ഇടി പിടിക്കണം. ഓക്കെ, അനുമോള്. എന്താ നെവിന് ഇഷ്ടം? നെവിന് ഊട്ടി അടുത്ത് തന്നെ. വേറെ ഇപ്പോൾ ഈ തവണത്തെ ബിഗ് ബോസിന് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആരാണ്? എനിക്ക് ഇപ്രാവശ്യം സബുമാൻ. എന്താ സാമാൻ ഇഷ്ടപ്പെടാൻ കാരണം? അവനെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റിവിറ്റി ആണ്. ലൈക്ക് ആ ചിരി, സംസാരം. അവൻ ലൈക്ക് ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ എല്ലാവരും വിചാരിക്കണത് ഇടി, ബഹളം, അലിഗേഷൻ. അപ്പം ആ സംഭവത്തിലൂടെ അവർക്ക് എന്തായാലും വോട്ട് കിട്ടും, ജയിക്കുമെന്നാണ്. ബട്ട് അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയണുണ്ട്, കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുന്നുണ്ട്. അവൻ സ്ക്രീൻ സ്പേസ് ഇല്ല, ഇതില്ല എന്നെല്ലാവരും പറയുന്നുണ്ട്, ഡൗൺ ആക്കാൻ. ബട്ട് അവൻ ഡിസർവ് ചെയ്യാനുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ടും പ്രേക്ഷകർ ഒരു വോട്ട് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു മെറ്റീരിയൽ ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരോടും അഗ്രസീവ് സംസാരിക്കണം, എന്തെങ്കിലും പ്രശ്നങ്ങളോടെ ഉണ്ടാക്കണം. ഒരു ഇടി ഉണ്ടാക്കുമ്പോൾ ഒരു ത്വര കിട്ടുന്ന പോലെ അതൊക്കെ കൂടുതൽ വോട്ടുകളൊക്കെ പോകുന്നത് അങ്ങനെയാണ് കുറേ പേര് ഔട്ടായിരിക്കണത്. നമുക്കിങ്ങനെ ഇത് കിട്ടിയിരിക്കുന്നതൊക്കെ അങ്ങനെയൊന്നുമില്ല. അത് പ്രേക്ഷകർ ഇഷ്ടപ്രകാരമാണ്. എല്ലാവർക്കും ഓരോ ഒപ്പീനിയനാണ്. ചേട്ടൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല എനിക്ക്, എൻ്റെ ഒപ്പീനിയൻ ആയിരിക്കില്ല വേറെ ആൾക്ക്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇടി പിടിക്കണ്ടെന്നായിരിക്കും. അപ്പോൾ അവൻ കറക്റ്റായിരിക്കും. ചിലപ്പോൾ ഇടി പിടിക്കണം അനുമോള്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ അനുമോള് കൊള്ളാം, ഇടി പിടിക്കണം. ഓക്കെ, അനുമോള്. എല്ലാവരും പല ഇതായതുകൊണ്ട് എല്ലാവരും പല രീതിയിൽ. ചിലവർക്ക് ഇടി എന്ന് പറയുമ്പോൾ തന്നെ പൊള്ളി, അവൻ ജയിക്കണം, അവൻ ഫസ്റ്റ് അടിക്കണം, അവൻ എന്തായാലും അവിടെ നിന്ന് കളിക്കുന്നത്. പക്ഷെ അല്ല, സമാധാനത്തോടുകൂടി കളിച്ചാൽ എന്തായാലും ജയിക്കും, കൂളായിട്ട്. തീർച്ചയായിട്ടും ഈ ഇപ്പം എല്ലാവരുടെ അഭിപ്രായത്തിൽ അനുവും അനീഷൊക്കെയാണ് ഒരു കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സൗമാൻ ഒരു കോമ്പറ്റീറ്ററായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ലൈക്ക് അവരവരുടെ കാര്യം നോക്കി അവർ ചോദിച്ചപ്പാടും ബഹളം ഉണ്ടാക്കി പോകണം. അവൻ്റെ കാര്യം നോക്കി അവൻ്റേതായ രീതിക്ക് ആവും പോകും. ഇടി ഉണ്ടാക്കുന്നത് ഒന്നും തമ്മിലൊരു വ്യത്യാസമില്ല. ഇവിടെ നമ്മളെന്ന് അവരുടെ വരുമ്പോൾ റെഡി ഉണ്ടാക്കും. സൗമാനെ പോലെ ചിരിച്ചും കളിച്ചും മുന്നോട്ട് ലൈക്ക് കൊള്ളാം, അടിപൊളി. ചേട്ടൻ നോക്കി ചിരിക്കുക, എല്ലാവരും നോക്കി ചിരിക്കുക, പോസിറ്റീവ്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൗമാൻ കപ്പടിക്കുന്നതാണോ താങ്കളുടെ അഭിപ്രായം? കപ്പടിക്കണം, ഫൈനലിസ്റ്റ് ആവണം, എങ്ങനെയാണെന്നറിയില്ല. പ്രഷർ രീതിയാണ് തീർച്ചയായിട്ടും. അവിടെ ഇനി പുറത്തു പോകാൻ തോന്നിയിട്ട് ആരാളെ മോശം കണ്ടസ്റ്റൻ്റ് ആയിട്ട് അടുത്ത വീക്കിൽ പുറത്ത്? എനിക്ക് അങ്ങനെ ആരും എനിക്ക് തോന്നില്ല. ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കണമെങ്കിൽ ഇത് ഞാൻ പറയണ എൻ്റെ ഒപ്പീനിയനാണ്. ആരും അതെടുത്ത് ആരും ഒന്നും ചെയ്യരുത്. ആദില ഓർ ലൈക്ക് അങ്ങനെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലൈക്ക് ജിസേലിന് ഒരു ആദിലോ ആയിരുന്നെങ്കിലോ എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. ബട്ട് ഇത് പറഞ്ഞ ആരും ഒന്നും അതെ അത് കാണുന്നവരുടെ അഭിപ്രായമുള്ള അവർ കാശ് കൊടുത്ത് കാണുന്നു, അവരുടെ അഭിപ്രായം പറയുന്നു. അവര് ഇപ്പോൾ കണ്ടന്റിന് വേണ്ടിയിട്ട് മാക്സിമം എല്ലാവരോടും അഗ്രസീവായിട്ട് സംസാരിക്കുക, കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുക, അവരാണ് വലുത്. ചില നിലപാടുകളൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. കാര്യം ശരിയാണ്, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരുടെ നിലപാടാണ് ശരി എന്നൊക്കെ ഒരു ഓരോ തോന്നലുകളൊക്കെ എനിക്ക് എപ്പിസോഡ് കാണുമ്പോൾ തോന്നിയിട്ടുണ്ട്. ബ്രോക്ക് അതുപോലെ എന്തെങ്കിലും? എൻ്റെ തോന്നലല്ല, ബ്രോക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ ശരിയാണ്. എല്ലാവർക്കും അവരുടേതായ ഇങ്ങനെ കാണുന്നവരായിരിക്കില്ല ചിലപ്പോൾ തിരിഞ്ഞു കഴിയുമ്പോൾ. ഇങ്ങനെ ചിരിച്ചു കാണിക്കണമെങ്കിൽ ചിലപ്പോൾ ബാക്കിൽ നിന്ന് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടാവും, വീഡിയോ ഉണ്ടാക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ അറിയാനുള്ള. നമ്മുടെ മുമ്പിൽ അടിപൊളിയായിട്ട് ചിരിച്ചും കളിച്ച് നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. പക്ഷേ നമ്മൾ എല്ലാവരെയും നോക്കണം. ബട്ട് എല്ലാവർക്കും ഓക്കെ ആണെങ്കിലേ ഉള്ളൂ അതിനൊരർത്ഥം. അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ഓക്കെ ആക്കിയിട്ട് മറ്റൊരാൾക്ക് വിഷമം കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഒപ്പീനിയൻ വെച്ച് നോക്കണമെങ്കിൽ ജിസേൽ ഈസ് ഡിസേർവിങ് ആറുന്നത്. അതിൽ എനിക്കത് തോന്നല്ല. ലൈക്ക് പിന്നെ എല്ലാവരും മാറി അതിൽ നിന്ന്. അതാണ് സംഭവം. താങ്ക് യു. ഈ ആദില നൂറിന് വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല പറഞ്ഞതിന് യോജിക്കുന്നുണ്ടോ? അതിലില്ല. അത് അവരുടേതായ ഒപ്പീനിയനുകളല്ലേ. അപ്പം നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു. ഈ തവണത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ്? അതെന്താ ആ ഗ്യാങ്ങിന് ഇഷ്ടപ്പെടാൻ കാരണം? ഒരിടയ്ക്ക് ഞാൻ ആദ്യം അവരുടെ കോംബോ കാണുന്നത് ഒരു റീലാണ്. അവരുടെ 3 പേരുള്ള ആ സംസാരം അത് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ശരിക്കും ബിഗ് ബോസിൽ ഇങ്ങനെ ഒരു ഗ്യാങ് ആയിട്ട് കളിക്കുക എന്നുള്ളത് നല്ലൊരു പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അത് ഗെയിമല്ലേ. അവരുടെ ഇഷ്ടത്തിന് വേണം കളിക്കാൻ, മറ്റുള്ളൊരു അഭിപ്രായം പറഞ്ഞ് കളിക്കാൻ പാടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനുമോളുടെ ഗെയിമൊക്കെ കാണുമ്പോൾ ആള് ഭയങ്കര അഗ്രസീവായിട്ട് പെരുമാറുന്നു, മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്നു, എല്ലാത്തിലും ഒരു ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര രോക്ഷമൊക്കെ കൊണ്ട് ആളിങ്ങനെ എല്ലാത്തിലും കയറി കിടക്കുന്നുണ്ട്. ഈയിടെയായിട്ട് കുറച്ച് റോങ് ആണ്. ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. ആര് കപ്പടിക്കുന്ന തോന്നണേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ? ഈ സീസണിലൊന്നും പറയാൻ പറ്റില്ല.
അല്ല മുമ്പത്തെ കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സീസൺ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാ ദിവസവും ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടികൾ വരുന്നുണ്ട്. ശരിയാണ്. ഇപ്പോൾ ഒരു ഭയങ്കര കോമ്പറ്റീറ്റർ എന്ന് തോന്നിയിട്ടുള്ള ആര് ഇപ്പോൾ അനുമോൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പോലെ തന്നെ ഓപ്പോസിറ്റ് വരണമെന്ന് തോന്നിയിട്ടുള്ള നവീനാണ്. നെവിനായിട്ട് ഇന്നലെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അനുമോൾ. ഇന്നലെ കണ്ടിരുന്നോ? ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടില്ല. ആള് മറ്റേ റോപ്പിൻ്റെ ഒരു ടാസ്ക് വന്നപ്പോൾ ആള് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അനുമോള് തോൽവി മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഏത് കളിയും കളിക്കുന്ന രീതിയിൽ ചില ടാസ്ക് കണ്ടിട്ടുണ്ട്. തോക്കാൻ പോവാന്ന് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കിട്ടരുത് എന്ന രീതിയിൽ ഒരു ഗെയിം സ്പിരിറ്റ് അല്ല, അതിന് ഉപരി വേറെ എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്നു. അത് ശരിയാണ് പറഞ്ഞത്, പക്ഷെ എനിക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റിയതായിട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നെവിൻ്റെ ഒക്കെ ഗെയിം എങ്ങനെ എൻ്റർടൈൻമെൻ്റ് ആണോ? ഭയങ്കര എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ ഒരുപാട് റെസ്പോൺസ് എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു സാബുമാനെ കുറിച്ച് എല്ലാവരും വളരെ വേറൊരു ടൈപ്പ് ഓഫ് അഭിപ്രായം പറഞ്ഞു. ആൾ ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എന്താ തോന്നുന്നത്? നമുക്കൊരു കണ്ടന്റ് കിട്ടുന്നുണ്ടോ? ആള് ഗെയിം നല്ലതായിട്ട് തോന്നുന്നു, എൻ്റർടൈൻമെൻ്റ് ആണോ? സാബുമാനെ പറ്റി കണ്ടന്റ് എങ്ങനെ എനിക്ക് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. ജെന്യൂനാണ്. പുറത്തെങ്ങനെയാണോ അത് തന്നെ അങ്ങനെ തോന്നി. ആള് ടോപ്പ് 5 വരേണ്ട ഒരാൾ തന്നെയാണ്. കാരണം ജിസയിൽ പുറത്ത് പോയി ബിന്നി പോയി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സാബുമാൻ എന്നുള്ള വ്യക്തി അല്ല, ജിസയിലായിരുന്നു വരേണ്ടത്, പെട്ടെന്നുള്ള എവിക്റ്റായിപ്പോയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു എവിക്ഷനൊക്കെ സംഭവിച്ചിരിക്കും? കാരണം പ്രേക്ഷകർക്ക് ഇഷ്ടം തോന്നാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഒരു അല്ലല്ലോ, ജിസയിലിന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അനുമോള് അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കരമായ PR വർക്കൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അതിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം ഇപ്പോൾ നല്ലത് തോന്നിയാലേ പ്രേക്ഷകർ നമ്മുടെ മലയാളി ഓഡിയൻസ് ഒരു വോട്ട് ചെയ്യുക. അതെ, PR അനുമോള് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പോൾ താങ്കൾ ഇനി അടുത്ത ആർക്കാർക്ക് വോട്ട് ചെയ്യുന്നത്? ഇപ്പോഴത്തെ എപ്പിസോഡൊക്കെ കണ്ടതിന് ശേഷം അടുത്ത ആഴ്ചക്ക് ആർക്ക് വോട്ട് ചെയ്യാനായിരിക്കും താല്പര്യപ്പെടുന്നത്? ഈ ഷാനവാസൊക്കെ പെട്ടെന്ന് നല്ലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട്. ഭയങ്കര എല്ലാ കാര്യം ഇടപെടുന്നുണ്ട്, ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ വരുന്നുണ്ട്. എന്താ തോന്നുന്നത്? ആള് റോങ് ആണോ പോസിറ്റീവ്? റോങ് അല്ല, ആളെ എനിക്ക് തോന്നണേ ജെന്യുവിനാണ്. അതായിരിക്കും അയാളുടെ ക്യാരക്ടർ. ഒരുപാട് നടന്ന് അഭിനയിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ജെന്യുവൻ ആവണതായിരിക്കും, എനിക്കറിയില്ല. കോംബോ എനിക്ക് ഇഷ്ടമായിരുന്നു. ഈയിടെ ഒരു ലാലേട്ടൻ വന്ന എപ്പിസോഡിലെങ്ങാണ്ട് ഷാനവാസ് പെട്ടെന്ന് അനീഷിൻ്റെ പേര് പറയാനുള്ളതിന് അനുമോളുടെ പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ഇതായിപ്പോയി. അവരുടെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കേട്ടപ്പോൾ ഒരു ഇതായിപ്പോയി. പിന്നെ ശ്രദ്ധിച്ചിട്ടില്ല. ലക്ഷ്മി എങ്ങനെയുണ്ട്? ആക്ടർ വലിയ ഇപ്പോൾ ലക്ഷ്മി അക്ബറാണെന്ന് വേറിട്ട് നിൽക്കണം എന്ന് തോന്നിയിട്ടുള്ളത്. കാരണം വലിയ ഗ്യാങ്സ് ആയിട്ട് പിടിക്കണം കണ്ടിട്ടില്ല. എന്നാൽ അക്ബറിൻ്റെ ഒക്കെ ഒരു ഗെയിം വേറെ രീതിയാണ്. എല്ലാവരും കുശുമ്പും മുന്നായങ്ങളും കുറ്റങ്ങളൊക്കെ പറഞ്ഞെടുക്കുന്ന ഒരു നാരദൻ്റെ ഒരു റോള് പോലെ ഫീൽ ചെയ്യുന്നു. തുടക്കം മുതലേ സ്റ്റാർട്ടിങ് എനിക്ക് അക്ബറിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പൊതുവെ എനിക്ക് നല്ല അഭിപ്രായമൊന്നും ഇല്ല, എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ആള് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അതായത് സൈഡൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഗ്രൂപ്പിസം ഇല്ല, അതുകൊണ്ടായിരിക്കും ആൾക്ക് ഇങ്ങനെ വോട്ട് കിട്ടി. അത് എനിക്ക് തോന്നണം, മേ ബി അതുകൊണ്ടാവാം. തുടക്കം മുതലേ പുള്ളിക്ക് ഒരു സ്റ്റാൻഡ് ഉണ്ട്, ഓക്കെ. പക്ഷെ ക്യാരക്ടർ എനിക്ക് അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. വേറെ ഈ പറഞ്ഞ അടുത്ത പുറത്ത് പോകണം തോന്നിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിൽ അടുത്ത എവിക്ഷനിൽ ഇനി വരുന്ന സോമം പുറത്ത് പോകുന്നതാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ഇതിലൊന്നും പറയാൻ പറ്റില്ല, കാരണം ജിസൈലിനെ പെട്ടെന്ന് പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ ആയിരിക്കാം മേ ബി അടുത്ത ഇതിൽ. ആദിലയൊക്കെ എന്താ അവസ്ഥ? കാരണം സാബുമാൻ ആദില എന്നൊക്കെ ചെറിയ ഓപ്ഷൻസ് കയറി വരുന്നുണ്ട്, പുറത്തു പോകാൻ സാധ്യത. എനിക്ക് തോന്നുന്നു അവർ പുറത്തു പോകാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ കാണാറുണ്ട് റീൽസിൽ കമൻസിലാണെങ്കിലും കൂടുതൽ സപ്പോർട്ടിങ് കിട്ടുന്നുണ്ട് അവർക്ക്. ആദില 100%-100%ആണല്ലോ കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത്. 100%. ആദിലേനെ വെച്ച് നോക്കുവാണെങ്കിൽ പുറത്തു വിടാൻ സാധ്യത കുറവാണ്. കണ്ടന്റ് ഉണ്ടാക്കണല്ലോ, അപ്പൊ അവര് വേണമല്ലോ അകത്ത്. എനിക്ക് തോന്നണം ഉണ്ടാവില്ല. അപ്പോൾ കപ്പ് തൂക്കണം ആരാന്ന് പറഞ്ഞത്? ആഗ്രഹം അനുമോളാണ്. ഞാൻ അടിക്കുമെന്ന് എനിക്കറിയില്ല. കണ്ടോ? എന്നാലും ഇഷ്ടമുള്ള എന്താ നെവിന് ഇഷ്ടപ്പെടാൻ കാരണം? ആണോ? നെവിൻ്റെ എപ്പിസോഡൊക്കെ കാണുമ്പോൾ ചില സമയത്ത് നെവിൻ ഇച്ചിരി ഒരു റോങ് ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്, ഒരു വാശി കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. അങ്ങനെ കാണിക്കുക, അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നെവിൻ ഫാൻ എന്ന രീതിയിൽ? കോമഡി ആയിട്ട് തോന്നും ചിലതൊക്കെ. നെവിന് വോട്ട് അടുത്ത് തന്നെ. വേറെ ആരോ ഉള്ളേ ക്യൂട്ടായിട്ട് കുറച്ച് പേര് പറഞ്ഞു? മറ്റേ
നൂറയാണ് ഭയങ്കര ക്യൂട്ടല്ലേ. നൂറ് ക്യൂട്ടാ. ആര്യൻ ഇഷ്ടമാണോ? ആര്യൻ എന്താ ആരും ഇഷ്ടപ്പെടാത്ത? എന്തോ എനിക്ക് ഓവറായിട്ട് സംസാരിക്കാൻ പോലെ തോന്നുന്നുണ്ടോ? എല്ലാ കാര്യത്തിലും അങ്കേരിയാണ്. ആ എല്ലാ പ്രേക്ഷകരിലും അത് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അല്ലേ ആര്യനെ പോലെയുള്ള ആളുകളെ? പുള്ളിക്കാരൻ്റെ ക്യാരക്ടറും ഒന്നും അങ്ങ് പിടിക്കില്ല. നിവിൻ്റെ അടുത്തിടെ ഉണ്ടായാലും എന്തെങ്കിലും സീക്വൻസ് ഒക്കെ ഓർമ്മയുണ്ടോ എന്ന് വെച്ചാൽ? മറ്റേ കോമഡിയാണ്. ഏഹ് മറ്റേ ഡാൻസ് കളിക്കുന്ന ഒരു ഇതില്ലായിരുന്നോ? ആ അതുണ്ട്. പിന്നെ ഒരു ഗെയിം അവരെല്ലാം വേറെ ആളായിട്ട് സിനിമയിലുള്ള ഇവരായിട്ട് വന്നു. വാ വാ വാ. പിന്നെ മറ്റേ കോമഡിയായിട്ട് പാത്രം കഴുകാൻ കൊടുത്തപ്പോൾ രാവിലെ ഭയങ്കര ലക്ഷ്മിയായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. വെള്ളം തെറിപ്പിക്കുക. സാറ്റർഡേയിൽ ലാലേട്ടനോടുള്ള നിവിൻ്റെ ഒരു പരിപാടി അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? നിവിൻ കപ്പടിക്കുമോ തൻ്റെ അഭിപ്രായത്തിൽ? ഇതിനല്ല അനുമോളാണെന്ന് തോന്നുന്നു. അനുമോളാണ് അടിക്കാൻ സാധ്യത അല്ലേ? അപ്പം അനീഷ് എന്താ പെട്ടെന്നൊരു മാറിപ്പോ? അനീഷ് എന്നല്ല എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇത്തിരി ഇതാണ് എന്ത് പറ്റി? എന്താ അല്ല അനീഷിൻ്റെ എനിക്ക് നേരത്തെ അനീഷിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അനുമോളാണെന്ന് തോന്നുന്നു. അനീഷിൻ്റെ ഒക്കെ ഇതായിട്ട് തോന്നുന്നു. അനീഷോട് ഗെയിം ചേഞ്ച് ചെയ്യേണ്ട സമയമായോ? അതിപ്പോൾ ഇങ്ങനെ നിന്നാൽ പോലെ ചൂടി. ഷാനവാസ് ഇച്ചിരൂടെ ഒരു 100 എന്ന് പറഞ്ഞ ഒരു രീതി കൊടുക്കാം. കാരണം ഇച്ചിരി അഗ്രസീവ് ആവുന്നുണ്ടല്ലോ, സംസാരിക്കുന്നുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഗെയിം അതല്ല, എന്നാലും പ്രേക്ഷകർക്ക് ഇപ്പോഴൊക്കെ ഇഷ്ടമായിരിക്കും. ഇടിയും ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കാൻ ഒരു ഹരമായിരിക്കുമല്ലോ. കൂടുതലും പേര് അതുകൊണ്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് നമുക്ക് നോക്കാനുള്ള ത്വരേനെ ഉണ്ടാക്കുക എന്നുള്ള ഷോ തന്നെയാണ്. നമ്മളതുകൊണ്ടാണല്ലോ നമ്മൾ അയൽവക്കത്ത് എന്താ നടക്കുന്നതിന് നമുക്കൊരു ത്വര ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഇത് പ്രണയം വേണം, ഇടിയും ബഹളം വേണം, ഒച്ചപ്പാട് വേണം, അതൊക്കെ നമുക്ക് കാണാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഷോ. അപ്പോൾ അനീഷും അങ്ങനെ ഒരു രീതിയിലേക്ക് മാറണമെന്നുണ്ടോ? അനീഷ് അങ്ങനല്ല. അനീഷ് എന്തെങ്കിലും ആക്റ്റീവായിട്ട് നിൽക്കണം തോന്നുന്നുണ്ട്. ഇപ്പം നേരത്തെ. അപ്പോൾ ആഗ്രഹം പോലെ അനു കപ്പടിക്കട്ടെ. താങ്ക് യു. ഓക്കെ.